വലിയ ഒരു തടാകത്തിലെ ചെറിയ മീനാകുന്നതിനേക്കാൾ നല്ലത് ചെറിയ തടാകത്തിലെ വലിയ മീനാകുന്നതാണ്. ചെറിയ തടാകത്തിലെ വലിയ ഫിഷ് ഇവിടെ ആരൊക്കെയുണ്ട്? യു ഹാവ് എ സ്ട്രോങ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. യു ആർ ദ അതോറിറ്റി ഇൻ യുവർ മാർക്കറ്റ്. നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് കസ്റ്റമറുടെ കയ്യിൽ, നിങ്ങൾ ചോദിക്കുന്ന പൈസ കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നിങ്ങൾ പറയുന്ന സമയത്ത് പറയുന്ന പൈസ അവൻ കൊണ്ട് തന്നിട്ട് പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വലിയ കുളത്തിലെ ചെറിയ മീനാണെങ്കിൽ ഒത്തിരി മീനുകൾ അവിടെ കിടപ്പുണ്ട്, നിങ്ങളെക്കാൾ വലുതും കിടപ്പുണ്ട്. ദെൻ വൈ ഷുഡ് ദേ കം ടു യു? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ വലുതിനെ തോപ്പിക്കാൻ വേണ്ടി ഡിസ്കൗണ്ട് കൊടുക്കണം, കോംപ്രമൈസ് ചെയ്യണം, പേയ്മെൻറ്റ് റിസൾട്ട് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയണം, ആഫ്റ്റർ വേസ് പേയ്മെൻറ്റ് തന്നാൽ മതി, EMI ആയിട്ട് തന്നാൽ മതി. ഇതിലേക്കൊക്കെ എപ്പോഴാണ് പോകുന്നത്? വലിയ കുളത്തിലെ ചെറിയ മീനാകുമ്പോഴാണ്. ചെറിയ കുളത്തിലെ വലിയ മീനാണെങ്കിലോ ഞാൻ തീരുമാനിക്കുന്നതാണ് മാർക്കറ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നിടത്ത് നിൽക്കും മാർക്കറ്റ്. ശരിയാണോ?